ഇന്ന് പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. വൈക്കത്തഷ്ടമിയുടെ ഐതിഹ്യം വ്യാഘ്രപാദ മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ്. ശിവന്റെ കടുത്ത ഭക്തനായിരുന്നു വ്യാഘ്രപാദ മഹർഷി. അദ്ദേഹം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ആൽമര ചുവട്ടിലിരുന്ന് മഹാദേവനെ കഠിനമായി തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ കഠിനമായ തപസ്സിലും ഭക്തിയിലും സന്തുഷ്ടനായ ഭഗവാൻ വൃശ്ചിക മാസത്തിലെ പൗർണമിക്ക് ശേഷമുള്ള അഷ്ടമി രാത്രിയിൽ പാർവതീദേവിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. വ്യാഘ്രപാദ മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം ഭക്തർക്ക് എന്നും ദർശനം നൽകുവാനായി ഭഗവാൻ അവിടെ കുടികൊള്ളുകയും പിന്നീട് ക്ഷേത്രം ഉണ്ടാകുകയും ചെയ്തു. ആ ദിവസത്തിൻ്റെ സ്മരണ നിലനിർത്താനായി എല്ലാ വർഷവും ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ പൗർണമിക്ക് ശേഷമുള്ള അഷ്ടമി ദിവസം വൈക്കത്തഷ്ടമിയായി ആചരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ അഷ്ടമി ദർശനവും അഷ്ടമി നാളിലെ പൂജയും വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു.